ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ മാത്രമേ ഹെയർ ഡൈ ഞാൻ കാണിക്കത്തുള്ളൂ കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉടനടി കാണാൻ പറ്റും. ഈ ഹെയർ ഡൈയുടെ നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് തേച്ചായിരുന്നു. പിന്നെ ഞാൻ ഓരോ ഹെയർ ഡൈ മാറി മാറി നാച്ചുറൽ ആയിട്ടുള്ള ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ അന്ന് തേച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് നര വന്നു തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ മറ്റേ നമ്മുടെ എന്തെങ്കിലും ഒന്ന് തേച്ച് ഇങ്ങനെ മെണിക്ക് വെക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമയും എല്ലാം ആയതുകൊണ്ട് ഈ ഹെയർ ഡൈ ഞാൻ ഇപ്പം തേച്ചില്ല, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഈ ഹെയർ ഡൈ ഏതാണെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ചുമ മാറിയിട്ട് ഇനി എനിക്ക് അടുത്ത ഹെയർ ഡൈ ഉപയോഗിക്കണം. ഇത് ഇപ്പം ഞാൻ പറയുന്ന ഹെയർ ഡൈ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന, ഉടനടി റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഞാൻ ഉപയോഗിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഏതാ ഹെയർ ഡൈ എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ആ ഹെയർ ഡൈ, നാച്ചുറലായ ഹെയർ ഡൈ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏതാ ഹെയർ ഡൈ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുക. അതിനകത്തോട്ട് തന്നെ നമ്മൾ 2 പനിക്കൂർക്കയുടെ ഇല അതിനകത്തോട്ട് തന്നെ ഇടുക. പിന്നെ നമ്മൾ അതിനകത്ത് തന്നെ ഒരു 5 ചെമ്പരത്തി പൂവ് ഇതിനകത്തോട്ട് ഈ വെള്ളത്തിലോട്ടിടുക. പിന്നെ ഞാൻ പറഞ്ഞ 2 പനിക്കൂർക്കയുടെ ഇല വെള്ളത്തിലോട്ടിടുക, 2 സ്പൂൺ തേയില ഇടുക. പിന്നെ നമ്മുടെ സവാളയുടെ തൊലി, ഒരു സവാളയുടെ തൊലി മാത്രം ഇതിനകത്തോട്ട് ഇടുക. വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് ഒരു കുറച്ചങ്ങ് പറ്റിക്കണം. അതായത് ആ 2 ഗ്ലാസ് എന്നുള്ളത് ഒരു 1 ഗ്ലാസ് ആക്കുക. ഒരു 1.5 ഗ്ലാസ് ആക്കുക. നിങ്ങൾക്ക് അറിയാലോ അത് പറ്റി വരുമ്പോഴത്തേക്കും. ആ പറ്റിയതിനെ ഒരു നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് അതിനെ അരിച്ച് ആ വെള്ളത്തിനെ അങ്ങ് മാറ്റി അങ്ങ് വെക്കുക. അത്രയും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഞാൻ പറയുന്ന സ്പെഷ്യൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഭാഗപ്പഴ വന്ന് മാറിപ്പോയാ പറയല്ലേ, ചേച്ചി ആ മുടി കറുത്തില്ല ചേച്ചി എൻ്റെ എന്നൊന്നും നിങ്ങൾ പറയല്ലേ കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? അപ്പൊ ആ വെള്ളത്തിനെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടേ. എന്തോ ഒരു മിനിറ്റ് അതെ, വെള്ളം നിറഞ്ഞു അതിന് ഓടിയതാ. അപ്പം അത്രയും പറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം, അത് തണുക്കാൻ മാറ്റി വെക്കുക കേട്ടോ. തണുത്തതിന് ശേഷം അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു മിക്സി എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ബൗളിനകത്ത് കറിവേപ്പിലയുടെ ഇല, ഒരു ബൗള് അത് മിക്സിയിലോട്ടിടുക. ഒരു ബൗള് മൈലാഞ്ചിയുടെ ഇല മിക്സിയിലോട്ടിടുക. ഒരു ബൗള് നീലയമരിയുടെ ഇല കിട്ടുവാണ് ഏറ്റവും ഫസ്റ്റ്, നല്ല കറുപ്പായിട്ട്. അല്ലെങ്കിൽ നല്ല കറുപ്പാണ്, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നീലയമരിയുടെ ഇല. അല്ലെ നിങ്ങൾക്ക് നീലയമരിയുടെ പൊടി ഉണ്ടെങ്കിൽ അതാണേലും യൂസ് ചെയ്താൽ മതി. ഞാനിപ്പം നീലയമരിയുടെ ഇല എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നതാണ്, അവളുടെ വീട്ടിലുണ്ട്, പ്രീത എന്ന് പറയുന്നത്. അത് വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പൊ നീലയമരിയുടെ ഇലയും കൂടെ ഒരു ബൗള് ഇതിനകത്തോട്ടിടുക. ഒരു സബോള കണ്ടിച്ച് ഈ മിക്സിയിലോട്ട് ഇടുക. ഇത്ര മനസ്സിലായല്ലോ? ഇത്ര എടുത്തിട്ട് നമ്മൾ പറ്റിച്ച് മാറ്റി വെച്ച വെള്ളം തണുക്കാൻ വെച്ചിട്ടില്ലേ, ആ വെള്ളം ഉപയോഗിച്ച് വേണം ഇത് അരയ്ക്കാൻ. ഇത് നന്നായി, അപ്പൊ ആ പറ്റിച്ച് വെച്ച് അത് പിഴിഞ്ഞ് നമ്മൾ അരിച്ചു വെച്ചേക്കുന്നില്ല. അപ്പൊ ആ പിഴിഞ്ഞതിനകത്ത് ആ കൊത്തുണ്ടെങ്കിൽ അതും കൂടെ ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതായത് ഫസ്റ്റിലത്തെ മനസ്സിലായല്ലോ? ആ കൊത്തുണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ഇടുക. ഈ പറ്റിച്ച വെള്ളം എടുത്ത് വേണം ഇത് നന്നായിട്ട് അരച്ച് നല്ലതായിട്ട് അരിച്ചിട്ട് ഇത് വീണ്ടും നല്ല കുഴമ്പ് നല്ലതായിട്ട് അരയും കേട്ടോ. അരഞ്ഞതിന് ശേഷം ഇതിനെ അരിച്ച് വീണ്ടും ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉണ്ട്, അതാണ് ഉത്തമം. ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. അതിനകത്തോട്ട് ഇത് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളം പോരാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത വെള്ളം ഇല്ലേ, ഈ പറ്റിച്ച് വെച്ച വെള്ളം, അത് മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിച്ച് വേണം ഇത് ഒന്നുകൂടെ ഇതാക്കിയെടുക്കാൻ. അരിച്ചെടുക്കുമ്പോൾ കട്ടയായിട്ടാണ് കിട്ടുന്നെങ്കിൽ അതൊന്നുകൂടെ ലൂസാക്കി എടുക്കണം. എന്നിട്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്താൽ അത് നന്നായിട്ട് ചൂടാക്കി പറ്റിച്ചോണ്ടിരിക്കുക. ഒരു കുഴഞ്ഞ പരുവത്തി വരും അത്. എന്നിട്ടൊരു ബൗളിനകത്തോട്ടെടുത്ത് ആറാൻ വെക്കുക.
ആറിയതിന് ശേഷം മുടി നന്നായിട്ട് എപ്പോഴും നമ്മൾ മുടിയെ തേക്കുമ്പം എണ്ണമയൊന്നും കാണരുതല്ലോ. എണ്ണമയെല്ലാം മാറ്റിയിട്ടാണല്ലോ നമ്മൾ തേക്കുന്നത്. തേച്ച് എല്ലാം പിടിപ്പിക്കുക. 1 മണിക്കൂറിന് ശേഷം വെറും വെള്ളത്തിൽ കഴുകി കളയുക. ഉടനടി റിസൾട്ട് കിട്ടുന്ന അടിപൊളി നാച്ചുറൽ ഹെയർ ഡൈ ആണിത്. ഞാൻ തേച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെത് നന്നായിട്ട് തന്നെ കറുത്തായിരുന്നു. ഇനിയും എനിക്ക് തേക്കാൻ സമയമായി. പക്ഷെ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമന്റ് ഇടണം. ഞാൻ എൻ്റെ ചുമ മാറിയിട്ട് ഇനി തേക്കത്തുള്ളൂ. ഭയങ്കര ചുമയായിരുന്നു. ഇതെല്ലാം തേച്ചാണ്. ഇപ്പം നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് ആഴ്ചയിൽ 1 വെച്ച് എനിക്ക് തേക്കണം. അല്ലെങ്കിൽ എൻ്റെ നരയെല്ലാം പൊങ്ങി വന്ന് എന്നെ നാണം കെടുത്തു. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നാച്ചുറലായിട്ടുള്ള. അതുകൊണ്ട് ഒരു രക്ഷയില്ല. മൂക്കും ഗുണമുണക്കുന്നുണ്ട്. സൈനസുകാർക്കൊക്കെ തണുപ്പൊന്നും പിടിക്കില്ല. പിന്നെ ഈ പനിക്കൂർക്കല ഇതിനകത്തോട്ട് ഇടുന്നതുകൊണ്ട് കുറച്ചൊരു ശമനമുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. ഇത് എന്തായിരുന്നു, ഇതൊക്കെ തേച്ചാണ് എപ്പോഴും ജലദോഷവും ചുമയൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്താന്ന് പറഞ്ഞാലും നമ്മൾ കഴിയാവുന്നത്രേ നമ്മൾ സഹിച്ച് മരുന്ന് വാങ്ങിക്കേണ്ട സമയം പോയി മരുന്ന് വാങ്ങിക്കും. അല്ലാതെ ഞാൻ ആവി അടിച്ചാണ് എൻ്റെ ഇവിടുത്തെ വേദനയെല്ലാം കളയുന്നത്. അപ്പം ഈ ഹെയർ ഡൈ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പറയൂ എന്നോട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പം നിങ്ങൾ എന്താണേലും നിങ്ങൾ ഈ ഒരു ഡൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കണ്ടിട്ട് എനിക്ക് കമന്റ് ഇടണം. അതാണ് ഞാൻ നോക്കിയിരിക്കും. നാളെ തന്നെ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ എല്ലാവരും ഈ ഡൈ ചെയ്യാൻ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളല്ലേ. ഇപ്പൊ എല്ലാവർക്കും ചെറുതിലെ തൊട്ടേ നരയല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഉടനടി റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഇന്ന് നമ്മൾ ലൈവിലില്ല കേട്ടോ. പിന്നെ പാചകമൊക്കെ നാളെയാണേലും നമുക്ക് പറയാം. ഓക്കെ, അപ്പം പുതിയ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.